അത്രയും വർഗീയമായിട്ടുള്ള ഒരാൾ ക്രിസ്റ്റൽ ക്ലിയർ കോംറേഡായി മാറുമെന്ന് എങ്ങനെയാണ് അപ്പോൾ പറഞ്ഞത്? ആര് പറഞ്ഞു? AK ബാലൻ പറഞ്ഞു, റിപ്പോർട്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ക്രിസ്റ്റൽ ക്ലിയർ കോംറേഡായി മാറുമെന്ന് AK ബാലൻ. നിങ്ങൾ കേൾക്കൂ. സഖാവ് AK ബാലൻ പറഞ്ഞത് ഞങ്ങൾ CPIM വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളോടുള്ള വ്യക്തിപരമായ നിലപാടാണ്. വ്യക്തിപരമായ നിലപാടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താ? വ്യക്തികളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പൊതു നിലപാടാണ്. അതെല്ലാവരെക്കുറിച്ചും അതാണ്. മനസ്സിലായല്ലോ? പറയട്ടെ. അല്ല നിങ്ങൾ കേൾക്ക്. ഞങ്ങൾ പറഞ്ഞതാണ്. എന്നാൽ അതേസമയം ഈ നമ്മുടെ ഇയാളെ സംബന്ധിച്ച്, സന്ദീപിനെ സംബന്ധിച്ച് മുരളിയും പറഞ്ഞിട്ടുണ്ടല്ലോ, മുരളീധരനും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പാർട്ടി ആസ് എ ഹോൾ എന്ത് സമീപനം എടുക്കുന്നു എന്നതാണ് ഞങ്ങളുടെ പൊതുനിലപാടിൽ. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നവരെ, നിലപാടെടുത്ത് വരുന്നവരെ, അതിനകത്ത് അഭിപ്രായ ഭിന്നത ഉയർത്തുന്ന നിലപാട് ക്ലാരിറ്റി വരുത്തി പുറത്തു വരുന്നവരെ ഞങ്ങൾ പൊതുവിൽ സ്വീകരിക്കുന്ന സമീപനമാണ് CPIM-നുള്ളത്. അതിൻ്റെ ഭാഗമാണ് ശ്രീ സരിനും ഒട്ടേറെ പേരെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ അങ്ങനെയല്ല സമീപനം. സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ കോൺഗ്രസ് അത്തരമൊരു അവധാനത സ്വീകരിച്ചിട്ടുണ്ടോ? ഇത് വളരെ ക്ലിയറാണ്. ഞാൻ കോൺഗ്രസിനോട് ചോദിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കോട്ടിലാണല്ലോ അദ്ദേഹം ഉള്ളത്. കോൺഗ്രസ് മറുപടി പറയണം. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത്? കോൺഗ്രസിൻ്റെ സന്ദേശം എന്താണ്? ഒരു വശത്ത് കോൺഗ്രസ് എന്താണ് പരാജയ ഭീതിയിൽ കോൺഗ്രസ് ഒരു വശത്ത് SDP തീവ്ര വർഗീയ നിലപാട് സ്വീകരിക്കുന്ന SDP കൂടെ കൂട്ടുന്നു. മറുവശത്ത് ഒരു മടിയുമില്ലാതെ അങ്ങേറ്റത്തെ മുസ്ലിം വിരുദ്ധത, അങ്ങേറ്റത്തെ സാമുദായിക സ്പർദ്ധ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരാളെ കൈകൊടുത്ത് സ്വീകരിക്കുന്നു. എന്ത് സന്ദേശമാണ് കോൺഗ്രസ് ഇതിലൂടെ പൊതുസമൂഹത്തിന് നൽകുന്നത്? നിങ്ങൾ അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങ് വരില്ലേ? നിങ്ങൾ അങ്ങനെ ഒരു മിനിറ്റ് നിങ്ങൾ കേൾക്ക്. ഞങ്ങൾ ഒരാളുടെ ചോദ്യത്തിൽ പ്രതികരിക്കട്ടെ. ഞങ്ങൾ ആരെങ്കിലും CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ പോലൊരു പാർട്ടി അങ്ങനെ ഒരു സമീപനം എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ജനങ്ങളോട് വിശദീകരിക്കാൻ, ഞാൻ വളരെ ക്ലിയറായി പറയാണ്, ജനങ്ങളോട് വിശദീകരിക്കാൻ, കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രശ്നത്തിൽ നിങ്ങൾ പറഞ്ഞ ലൈനിൽ തന്നെ പോകാവുന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെയല്ല. കാരണം എന്താണ്? നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തനം നടത്തുന്നവരാണ്, പൊതുസമൂഹത്തെ കാര്യങ്ങൾ, സ്പന്ദനങ്ങൾ അറിയുന്നവരാണ്. ഇതിനു സമാനമായ ഹേറ്റ് സ്പീച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹവുമായുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വേറെ. പക്ഷേ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ ധാരയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരാളെക്കുറിച്ചുള്ള ഒരു സന്ദീപിനെ കുറിച്ചുള്ള ഒരു പേഴ്സണൽ കമൻറ്റ് പറയുന്നു. സന്ദീപ് നല്ലതാ, എന്തോ ആയിക്കോട്ടെ, നല്ലതെന്ന് പേഴ്സണൽ കമൻറ്റ്. പക്ഷേ അതിനപ്പുറത്ത് സന്ദീപിനെ രാഷ്ട്രീയമായ അഭയം കൊടുക്കുമ്പോൾ അതിലൂടെ കോൺഗ്രസ് കൊടുക്കുന്ന സന്ദേശം എന്താണ് പൊതുസമൂഹത്തിന്? രാഷ്ട്രീയത്തിൽ വ്യക്തിത്വത്തിനല്ലല്ലോ പ്രാധാന്യം, ആദർശത്തിനല്ല. തങ്കപ്പെട്ട മനസ്സാണ്, വ്യക്തിപരമായി നല്ല ആളാണെന്നൊക്കെ താങ്കൾ പറയുന്നു. അങ്ങനെ സന്ദീപ് ആര് പറയുന്നു? തങ്കപ്പെട്ട മനസ്സാണെന്ന് AK ബാലൻ പറഞ്ഞിരുന്നു. അതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ വീണ്ടും ഈ പ്രതിരോധത്തിലായി നിൽക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ പറയട്ടെ, നിങ്ങൾ എടുത്തു കഴിയാൽ നിങ്ങളുടെ തന്ത്രവും രീതികളും എന്താണ്? അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ്സുകാരനായി. അതിൻ്റെ ശരിയും തെറ്റുമല്ല നിങ്ങൾ അന്വേഷിക്കുന്നത്. പറയട്ടെ, മുൻപ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ അദ്ദേഹത്തെക്കുറിച്ചോ ഉള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി നടത്തിയ റിമാർക്കുകളെയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് യുക്തിസഹമല്ല. അപ്പോൾ സമീർ കേൾക്ക്. മായില്ല അങ്ങ് കേൾക്ക്. അല്ല അങ്ങ് സ്വീകരിക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞേ? അപ്പൊ ആലോചിച്ചു. നിങ്ങൾ നിർത്തിയോ? കോംറേഡായി മാറുമെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ അർത്ഥം നിങ്ങൾ ചോദ്യം മാത്രമേ ഉള്ളൂ. ഞാൻ മറുപടി പറയട്ടേനെ. ഞാൻ ഈ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞു നിർത്തിയാലേ ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ വന്നാൽ ആലോചിക്കുമെന്ന് പറഞ്ഞല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു? നിങ്ങൾ ചോദിച്ചു നിർത്തിയേ. ആലോചിച്ചിട്ടുണ്ടാകും. എന്നിട്ട് ആലോചനയുടെ തീരുമാനം എന്താണ്? സ്വീകരിക്കാനാണോ? സ്വീകരിക്കേണ്ടതായിരിക്കില്ലേ? ഒരു കാര്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇന്ന് രാഷ്ട്രീയ അഭയം തേടി ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്നിറങ്ങിയാൽ അയാളുടെ അവസാനത്തെ
അവസാനത്തെ ചോയ്സാണ് കോൺഗ്രസ്. കെ മുരളീധരൻ തന്നെ പറഞ്ഞല്ലോ. പറയട്ടെ. താങ്കൾ തന്നെ നേരത്തെ ചോദ്യമായി ചോദിച്ചു, നിങ്ങളുടെ ചോദ്യമാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു അല്ലേ? അയാൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാകാം. ഞാൻ ഉണ്ടാകാം എന്നാണ് പറയുന്നത്, ഉണ്ടെന്നല്ല. താങ്കൾ പറഞ്ഞു എങ്കിൽ ആലോചിക്കുമെന്ന്. എങ്കിൽ എൻ്റെ പാർട്ടി ആലോചിച്ചിട്ടുണ്ടാകാം. അതാണ് ഞാൻ പറഞ്ഞത്. CPIM-നെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ പാർട്ടികളെ സംബന്ധിച്ചും ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇന്നത്തെ ദിവസം അഭിമാനത്തോടെ ഓർത്തെടുക്കാൻ പറ്റുന്ന ദിവസമാണ്. അത് ചരിത്രം അടയാളപ്പെടുത്തും. ഇനി ഇന്നത്തെ ദിവസത്തെ ഓർത്ത് കോൺഗ്രസ് 23-ാം തീയതി മുതൽ പാലക്കാട് റിസൾട്ട് വരുന്ന ദിവസം മുതൽ ഒരുപാട് കരയും. ഇത്ര മാത്രം പറയാം. അല്ല, CPM-ന് അങ്ങനെ വാതിൽ തുറന്നു വെച്ചിട്ട് കച്ചവടം ഇങ്ങനെ വിളിക്കുന്ന ഇതൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളെ വരൂ എന്നൊന്നുമില്ല. അയാളിപ്പോൾ കോൺഗ്രസ് ആണ്. ഞാൻ ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുന്നു, ഒറ്റ കാര്യം മാത്രം. പണ്ട് അബ്ദുള്ള കുട്ടിയെ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു, ആണല്ലോ. ആ അബ്ദുള്ള കുട്ടിയെ പിന്നീട് BJP-യിലേക്ക് കൊടുത്തു. ഇത് BJP-യുടെ നേതൃത്വമാണ്. അങ്ങനെ അബ്ദുള്ള കുട്ടിയെ BJP-ക്ക് കൊടുത്തൊരു ബാർട്ടർ സിസ്റ്റം, കൊടുക്കൽ വാങ്ങലാണ്. അപ്പോൾ അന്ന് ബാർട്ടർ സിസ്റ്റത്തിൽ അങ്ങോട്ടേക്ക് കൊടുത്തു. ഇന്ന് അബ്ദുള്ള കുട്ടിക്ക് പകരം കോൺഗ്രസിലേക്ക് BJP വേറൊരു അബ്ദുള്ള കുട്ടിയെ അയച്ചിരിക്കുന്നു. അത് സന്ദീപ് വാര്യരാണ്. അത് കാലം തെളിയിക്കും. കോൺഗ്രസ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉത്തരം കിട്ടാതെ അലയും. ഇതിലെങ്ങനെയാണ് യുക്തിസഹമായി വിശദീകരിക്കുക? അതല്ലേ 23-ന് കരയും. ഇനി ഒരു കാര്യം കേട്ടോ, 23-ന് ഇവിടെ കോൺഗ്രസ് ജയിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? കോൺഗ്രസ് ജയിച്ചാൽ SDPI കൂടി അവരുടെ SDPIയുടെ പതാകകൾ കൂടിയാണ് ആഹ്ലാദം നൃത്തം ചവിട്ടാൻ പോവുക. ഇനിയിപ്പോൾ സന്ദീപ് വാര്യരായാലോ ആട് മയിൽ ഒട്ടക സംഘം എന്നെല്ലാം പറയുന്നത് പോലെ എല്ലാമായി. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യത്തിൽ വളരെ കോൺഗ്രസ്സിന് ഇന്നത്തെ ദിവസം കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ചരിത്രപരമായ അവരുടെ ഒരു മോശം തീരുമാനമെടുത്ത ദിവസമായിട്ട് അടയാളപ്പെടുത്തപ്പെടും. പിന്നെ വേറെ കാര്യമുണ്ട്, KPCC-യുടെ പ്രസിഡന്റ് പണ്ട് RSS-ന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന ആളാണ്. അപ്പോൾ ഇനി ശ്രീ സുധാകരന് RSS-ന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോകാൻ കൂട്ടത്തിൽ കാവി ട്രൗസർ ധരിച്ച ഒരാളായി. പിന്നെ പണ്ട് ശ്രീ AK ആന്റണി പണ്ട് പറഞ്ഞിട്ടുണ്ട്, പല കോൺഗ്രസ്സുകാരും പകൽ കോൺഗ്രസും രാത്രിയിൽ RSS-ഉമാണെന്ന്. അപ്പോൾ ആ കൂട്ടത്തിൽ KPCC ശ്രീ സുധാകരന് RSS-ന്റെ ശാഖയ്ക്ക് കാവലിക്കാൻ പോണ്ട, KPCC ആഫീസിൽ തന്നെ ഒരു ശാഖ തുടങ്ങാൻ പറ്റിയ ഒരു ശിക്ഷകനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുമിച്ച് അദ്ദേഹം ഈ സുധാകരനും സന്ദീപ് വാര്യരും കൂടി ഒരുമിച്ച് ഇനി ശാഖയൊക്കെ നടത്തി കസർത്തെല്ലാം നടത്തി കാലം കഴിക്കുന്നത് കേരളം കാണും.